നിസ്സാരാണോ? മമാത്തുൻ ഭയങ്കരല്ലേ? മരണം ഭയങ്കരമല്ലേ? ചിന്തിക്ക്. മമാത്തുൻ സുമ്മ ഖബറുൻ സുമ്മ ഹശറു, പിന്നെ അവർക്ക് ഖബർ ജീവിതമുണ്ട്. എന്താണെങ്കിൽ ഖബറല്ലേ? ഖബറിന്റെ പേര് തന്നെ ദാറുൽ ഖുർബ. ദാറുൽ ഖുർബ വിദേശത്തെ വീട് എന്നാണ്. ഖുർബത്ത് വൈദേശികം, ഗരീബ് വിദേശി. ദാറുൽ ഖുർബ ഖബറിന്റെ പേരാണ്. എന്ത്? ദാറുൽ ഖുർബ, വിദേശത്തെ വീടാണ്. ആരുണ്ടാവില്ല. മമാത്തുൻ സുമ്മ ഖബറുൻ, പിന്നെ ഖബറില്ലേ, അതിന്റെ ഒരു പേര് ദാറുൽ വഹ്ശ, വന്യതയുടെ വീട്. വനത്തിൽ അകപ്പെട്ടാൽ ഏകനല്ലേ, അതിന്റെ പേരാണ് ഒന്ന് ദാറുൽ ഖുർബ, ഒന്ന് ദാറുൽ വഹ്ശ. അദാബില്ലെങ്കിൽ തന്നെ ദാറുൽ ഖുർബത്താണ്, അദാബില്ലെങ്കിൽ തന്നെ ദാറുൽ വഹ്ശത്താണ്. ആരുമില്ല. മനസ്സിലാണോ? ബാബു നമ്മളെ കാക്കട്ടെ. ഒന്നുമില്ല, നല്ല ഒറ്റക്കാണ്. അപ്പൊ ചിന്തിക്ക്. മമാത്തുന്നൊന്ന് മരണമാണ്, തുമ്മ ഖബറുൻ, പിന്നെ ഖബർ തന്നെയാണ്. ഖബറാകട്ടെ ദാറുൽ ഖുർബയാണ്. ഭയങ്കരല്ലേ ഖബർ എന്നത്? ഭയങ്കരമല്ലേ? എന്താണ് അതിന്റെ ഭയാനകത? ഭയങ്കരം തന്നെയല്ലേ? അള്ളാഹു തആല കാക്കട്ടെ. മനസ്സ് തുറന്ന് പറയും, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് അങ്ങനെ തന്നെയല്ലേ? എത്ര ഭയാനകമാണ്. എന്താണെങ്കിലും അത് ദാറുൽ ഖുർബത്തല്ലേ? എന്താണെങ്കിലും. അതുകൊണ്ടാണല്ലോ ഇഷ്ടപ്പെട്ടവരുടെ ചാര ഖബർ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്നാണ്. ഇഷ്ടപ്പെട്ടവരുടെ അടുത്ത് മറവ് ചെയ്യണം. എന്തുകൊണ്ട്? പരിസരത്തെ ആളുകളെ കൊണ്ട് അവർക്ക് ഈനാസ് ഉണ്ടാവും. അതായത് ചെറിയ നേരിയ ഭിത്തി മാത്രമേ രണ്ട് ഖബറിനടിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ഭാര്യ ഭർത്താവ് രണ്ടും സാലിഹകളാണെങ്കിൽ അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് തരട്ടെ. അത് മനസ്സിലായില്ല. ജിവാറിൽ കൊണ്ട് ആനന്ദം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല. ഒരു സാലിഹിന്റെ ഖബറാണെങ്കിൽ പരിസരത്താണെങ്കിൽ എന്തുണ്ടാവും? ഒരു ചെറിയ ഒരു ആനന്ദം അതുകൊണ്ടുണ്ടാവും. കാരണം അവിടുത്തെ സുഖം ഇവിടെ ലേശമൊക്കെ കിട്ടും. ബന്ധം ഉണ്ടായിരിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സ്ഥലത്ത് ഖബറാകാൻ, നല്ലവരുടെ പരിസരത്ത് ഖബറാകാൻ വേണ്ടി ദുആ ചെയ്യാൻ റസൂൽ പറഞ്ഞിട്ടുണ്ട്. നല്ല സ്ഥലത്ത്, നല്ലവരുടെ പരിസരത്ത് ഖബറായി കിട്ടുക, അത് മനുഷ്യന്റെ ഭാഗ്യമാണ്. അത് ഉറപ്പന്നല്ലേ? ഉദാഹരണം പറയാം, ലോകത്തെ ഏറ്റവും നല്ല നാട് മക്കയായിട്ടും ആദ്യം എണീക്കുന്ന ഖബർ മദീനയിലല്ലേ? കാരണം ഏറ്റവും നല്ല ഖബർ അതാണ്. പിന്നെ ഭൂമിയിൽ എണീക്കുന്ന ഖബർ സയ്യിദുനാ സിദ്ദീഖാണ്, പിന്നെ സയ്യിദുനാ ഫാറൂഖാണ്. കാരണം എന്തുകൊണ്ട്? അവര് നബിയുടെ തൊട്ടടുത്താണ്. പിന്നെ ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ഖുർഖദാണ്. ഏത് ജന്നത്തുൽ ബഖീ. കാരണം അവർ നബിയോട് കുറച്ചും കൂടെ അടുത്തിട്ടാണ്. പിന്നെയാണ് ജന്നത്തുൽ മുഹല്ല. ഖദീജ ബീവിയൊക്കെ ജന്നത്തുൽ മുഹല്ലയിലാണ്. പക്ഷെ അവര് ആരെക്കാൾ നേരം വൈകും? കുട്ടി ആരെക്കാൾ? ജന്നത്ത് ബഖീഉൽ ഖുർഖദിനേക്കാൾ നേരം കാണും. കാരണം ബഖീഉൽ ഖുർഖദ് നബിയോട് അടുത്തിട്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നല്ലവരാണോ അത്രയും അടുത്ത് കിടന്നാൽ നല്ലതാണ്. അങ്ങനെയൊക്കെ സന്തോഷമല്ലാതെ എന്താ അവിടെ ഉണ്ടാവണം? എന്താണെങ്കിലും പേര് ദാറുൽ ഖുർബ, വിദേശത്തെ വീട്, വൈദേശികതയുടെ വീട് എന്നാണ് ഇതിന്റെ പേര്. അങ്ങനെയാണ് ഇതിന്റെ പേര്. പിന്നെയോ അതിന്റെ പേര് ദാറുൽ വഹ്ശത്തി, ദാറുൽ ഖുർബത്തി, വന്യതയുടെ വീട്. വഹ്ശത്ത്, വന്യത, ആരുമില്ലാത്ത അവസ്ഥ, ഇവിടുത്തെ വീടാണത്. അല്ലാഹു അവിടെയും നമുക്കൊരു സന്തോഷം നൽകട്ടെ. എന്താണെങ്കിലും അത് ഭയാനകം തന്നെയല്ലേ? കാരണം എല്ലാവിധ സന്തോഷത്തിൽ നിന്നും നമ്മളെ കൊണ്ടുപോകല്ലേ, എന്നിട്ട് നമ്മളെ എന്താ ഉള്ളിലേക്ക് ആക്കല്ലേ. നമ്മളെന്തായിരുന്നു? നമ്മൾ എല്ലാ ആളുകളുടെ നടുവൊന്നും നമ്മളത് കൊണ്ടുപോവാണ്. പിന്നെ നമ്മളതിൻ്റെ ഉള്ളിലാക്കാണ്. അള്ളാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ആകെയുള്ള സന്തോഷം എന്തായിരിക്കും? യുജഅലു ഖിബല റഅസിഹി നാഫിദതൻ ഇലാ മഖഅദിഹി മിനൽ ജന്ന. ഞാൻ ബോർഡ് ഉണ്ടെങ്കിൽ ശരിക്കും എഴുതി കാണിച്ചിരുന്നു. അതായത് തലയുടെ ഭാഗത്ത് ഒരു ജനവാതിൽ വെച്ചിരുന്ന റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇറാമ നല്ല മുഅ്മിനായ മനുഷ്യനാണ് എങ്കിൽ യുജഅലു ഖിബല റഅസിഹി നാഫിദതൻ ഇലാ മഖഅദിഹി മിനൽ ജന്ന. ഫിർദൗസിലെ തന്റെ ഇരിപ്പിടത്തിലേക്ക് അല്ലാഹു തആല ഇവൻ എന്ത് ചെയ്യും? തലന്റെ അവിടെ ഒരു ജനവാതിൽ വെച്ചു കൊടുക്കും. അല്ലേ? ഉറങ്ങാണ്. ഇവിടെ എന്താണ്? ഇവിടെ പന്ത് കളിക്കല്ല. ഇവിടെ എന്തെന്നെ? ഇവിടെ എന്താണ്? ഉറങ്ങന്നെ. യറാ മഖഅദഹു മിനൽ ജന്നതി ഖുദുവൻ വഅശിയ ഫയസ്തനിസു ബിഹിമാ.
രാവിലെയും വൈകുന്നേരം അവന്റെ സ്വർഗത്തിലെ ഇരിപ്പിടം ഈ ജനവാതിലൂടെ ഒന്ന് പ്രദർശിപ്പിക്കും. അതുകൊണ്ടൊരു ആനന്ദവും കിട്ടും. ആ പ്രദർശിപ്പിക്കുന്ന നേരത്തുള്ള സ്വർഗീയ പരിമളവും സുഖവും തണുപ്പും ഈ ജനവാതിലൂടെ ഖബറിനുള്ളിൽ പ്രവേശിക്കും. അത് മതിയോ? നം. കാരണം എന്തുകൊണ്ട്? ഖബർ ചോദ്യം കഴിഞ്ഞാൽ തന്നെ പറയുക നം, ഇനി ഉറങ്ങിക്കോ. കനൗമത്തിൽ അറൂസ്, പുതിയാപ്പൾ ഉറങ്ങുമ്പോൾ ഉറങ്ങിക്കോ. ഉറക്കുള്ളൂ, ഇവിടെ ഉറക്കേ ഉള്ളൂ, ഇവിടെ വേറെ പരിപാടിയില്ല, ഉറങ്ങിക്കോ. നം, ഉറങ്ങിക്കോ. കനൗമത്തിൽ അറൂസ്, പുതിയാപ്പൾ ഉറങ്ങുമ്പോൾ ഉറങ്ങിക്കോന്ന് അന്ന് പറയപ്പെടും. ആ ഉറക്കത്തിൽ രാവിലെ വൈകുന്നേരം ചെറിയ ഒരു ഉണർച്ച ഉണ്ടാവും. ആ നേരത്തെ ഈ ജനവാതിലൂടെ എന്ത് കാണിച്ചു കൊടുക്കും? പറകുട്ടി, എന്ത് ഇത്? സ്വർഗല്ല മോനെ, ഇതെന്താണ്? പച്ച മണ്ണ്, ഖബർ. ഇതിലൂടെ രണ്ടു നേരത്തും കണ്ണു തുറന്നു നോക്കും. ഉദുവൻ രാവിലെ, വഅശിയ്യൻ വൈകുന്നേരം. വൈകുന്നേരം കിടക്കുന്നുണ്ടാലും വല്യമാര് പറയും ഖബറിലുള്ളവര് വരെ ഉണർന്ന നേരാ ഉറങ്ങല്ലേ. ഓർമ്മ അങ്ങനെ പഴയ കാലത്ത് വല്യമാര് പറയും ഖബറിലുള്ളവരെ വരെ ഉണർന്ന നേരാണ് ഉറങ്ങല്ലേ, അല്ലേ? പറയൂലേ, പഴയ കാലത്ത് പറഞ്ഞിരുന്നു. ഉദുവൻ രാവിലെയും വഅശിയ്യൻ വൈകുന്നേരവും. ആ രണ്ടു നേരം ഇവന്റെ കണ്ണൊന്ന് തുറക്കും. അപ്പോൾ അവൻ ഫയറ, അവൻ കാണും മഖഅദഹു, അവന്റെ ഇരിപ്പിടത്തെ, മിനൽ ഫിർദൗസി, ഫിർദൗസിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫയദ്ഖുലു ഫിഹാ നദീം നസീമുൽ ഫിർദൗസി. ആ സ്വർഗത്തിന്റെ ഇരിപ്പിടം തുറക്കുന്ന നേരത്ത് ഈ ജനവാതിലൂടെ അതിന്റെ പരിമളവും തണുപ്പും ഈ ഖബറിൽ കയറുകയും ചെയ്യും. അത് മതിയാവും. നല്ല എ സി ആണെങ്കിൽ കുറച്ചേരം ഇട്ടിട്ട് ഓഫാക്കാനോ. ആ തണുപ്പ് എന്ത് ചെയ്യും? കുറച്ചേരം ഉണ്ടാവും. വൈകുന്നേരം പിന്നീടും ഒന്നും കൂടി ഉണ്ടാവും. അങ്ങനെ ഒരു മിതശീതോഷ്ണാവസ്ഥയിൽ അങ്ങനെ ഉറങ്ങി അങ്ങനെ പോകും. തന്നെ അള്ളാഹു തൗഫീഖ് കൊടുത്ത ആളുകൾ ഉറങ്ങാതെ ഇബാദത്തും ചെയ്യാം. ഒരു സ്ഥലത്ത് ടെന്റ് കെട്ടിയപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ടെന്റ് കെട്ടിയ നേരത്ത് ഒരു പാരായണം പോലെ ആ ടെന്റിന്റെ അടിയിൽ നിന്ന് കേട്ടപ്പോ സ്വഹാബികൾ പോയി നബിയോട് പറഞ്ഞു. അപ്പൊ റസൂലുള്ള ടെന്റ് കഴിച്ചിട്ട് അപ്പുറത്തേക്ക് മാറ്റിക്കെട്ടാൻ പറഞ്ഞു. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അത് യഹൂദികളിൽപ്പെട്ട ഒരു മോമിനായ മനുഷ്യന്റെ ഖബറാണ്. അയാൾ തൗറാത്തിൽ തബാറക്കൊക്കെ സമാനമായ ഒരു അധ്യായം ഉണ്ടായിരുന്നു. അയാൾ ജീവിതകാലം മുഴുവനും ആ അധ്യായം ഖബറിൽ നിന്ന് രക്ഷപ്പെടാനോ ഖബറിൽ ഉണർച്ച കിട്ടാനും നിയത്ത് ചെയ്തത് പാരായണം ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോഴും അയാൾക്ക് ഈ സൂറത്ത് ആവർത്തിച്ച് പാരായണം ചെയ്യാൻ അയാൾ ഭൂമിക്കടിയിൽ അല്ലാഹു തആല സൗകര്യമുണ്ട്. തബാറക്കൊക്കെ സമാനമായൊരു അധ്യായം തൗറാത്തിൽ നിന്ന് അയാൾ പാരായണം ചെയ്യാൻ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഇങ്ങനെ അപൂർവം ആളുകൾക്ക് പിന്നെ ശ്രദ്ധിക്കാനും മറ്റൊക്കെ ഒരു അവസരം അല്ലാഹു തആല നൽകിയേക്കും. അപൂർവം ആളുകൾക്ക് ഞാൻ റഅയ്തു മൂസ യുസല്ലി ഫീ ഖബരിഹി, മൂസ ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് റസൂൽ പറഞ്ഞു. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾക്ക്. പക്ഷെ ആമത്തുന്നാസിന് പൊതുവെ എന്തേ ഉള്ളൂ? ഖബറിൽ ഉറക്കം. അങ്ങനെ ഉറങ്ങും. ഈ രണ്ടു നേരം ഇങ്ങനെ കണ്ണൊന്ന് തുറക്കും. അപ്പൊ ഇരിപ്പിടം അങ്ങനെ കാണും. ആ ഇരിപ്പിടം കാണാൻ ഒരു ജനവാതിലും വെച്ചുകൊടുക്കും. ആ ജനവാതിലൂടെ എന്ത് ചെയ്യും? തണുപ്പതിന്റെ ഉള്ളിൽ ഫിർദൗസിലെ നസീമും മന്ദമാരുതൻ, നസീം പറഞ്ഞ മന്ദമാരുതൻ, മെല്ലത്തിലുള്ള തണുപ്പൻ കാറ്റും സുഗന്ധവും മെല്ലത്തിലേക്ക് ഇങ്ങനെ കയറുകയും ചെയ്യും. അത് മതിയാവും രാവിലെയും വൈകുന്നേരം. അങ്ങനെ തന്നെ കിടക്കയിരിക്കും, ഒറ്റ കിടത്തും. നല്ല മനുഷ്യന്മാർക്ക് ചീത്ത മനുഷ്യന്മാർക്ക് അങ്ങനെയല്ല. ചീത്ത മനുഷ്യന്മാർക്ക് യുഅദ്ദബു ലാ യസാലുന മുഅദ്ദബീന ഇലാ യൗമിൽ ഖിയാമ. അവർക്ക് ഖിയാമത്തിൽ സൂറൂതുന്നത് വരെ ശിക്ഷ ഉണ്ടാവും. ആർക്ക്? മോശപ്പെട്ടവർക്ക്. അവർക്ക് ഉദുവൻ വഅശിയൻ രാവിലെയും വൈകുന്നേരവും യറാ മഖഅദഹും മിനൻ നാരി, ഇതേ ജനവാതിലൂടെ എന്ത് കാണും? നരകത്തിലെ ഇരിപ്പിടം കാണും. ആ കാണുന്ന നേരത്ത് അതിന്റെ തീജ്വാലകളൊക്കെ വീണ്ടും ഇതിൽ പ്രവേശിക്കുകയും ചെയ്യും. ഒരു തരം അദാബ് സദാസമയം ഉണ്ടാവും ചെയ്യും. അതിന്റെ പുറമെ രാവിലെയും വൈകുന്നേരം എന്തുണ്ടാവും? നരകത്തിനെ കണ്ട് അതിന്റെ തീ ഇങ്ങോട്ട് കയറുകയും ചെയ്യും. അല്ലാഹു കാക്കട്ടെ. ഇതൊക്കെയാണ് രീതി. റസൂൽ വ്യക്തമായി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനസ്സ് തുറക്കും കുട്ടികളെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.